ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എന്നെ കണ്ട ആ ഒരു അപ്പിയറൻസ് ഒന്നുമല്ല ഇപ്പം. ഞാൻ ഒത്തിരി നിങ്ങൾക്കറിയാം, ഫിസിക്കലി എല്ലാം ഒത്തിരി മാറിയിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ കാരണം പിന്നെ കുറേ ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട്, വീഡിയോസ് ഒന്നും ഇടാത്ത. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ് കേട്ടോ, പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എനിക്ക് സിവിയറായിട്ടുള്ള വോമിറ്റിംഗ് ആണ്. എൻ്റെ എല്ലാ പ്രഗ്നൻസിയിലും എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പിന്നെ കുറേ കൂടി, അതിലും കൂടുതലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആഴ്ചയിലൊരു 3 തവണയൊക്കെ പോയി ട്രിപ്പ് ഇടണം, അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും മക്കളുമാണ് ഇവിടെ ഉള്ളത്. ഹസ്ബൻഡ് പുറത്താണ്. അപ്പോൾ മക്കളുമായിട്ട് പോയി ട്രിപ്പ് ഇടും. പിന്നെ വീട്ടിൽ വന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. ഫുഡാണെങ്കിലും ചിലപ്പോൾ കഞ്ഞി മാത്രമേ വയ്ക്കത്തുള്ളായിരിക്കും, എന്നിട്ട് കയറി കിടക്കും. ആ ഒരു റൂട്ടീനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം വീഡിയോ ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയറൊന്നും ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാറുന്നത്. അപ്പം നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെയും മെഡിറ്റേഷൻ്റെയൊക്കെ നല്ല രീതിയിൽ വന്നിരുന്നപ്പോഴാണ് പിന്നെ ആ വീഡിയോസൊക്കെ ലാഗായി പോയിട്ടുള്ളത്. ഞങ്ങൾ ഗൾഫിൽ നിന്ന് നാട്ടിൽ എത്തി. എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റോറിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നാട്ടിലെത്തി പ്രഗ്നൻ്റായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറുടെ പെർമിഷനൊക്കെ വാങ്ങിച്ചു. ഫ്ലൈറ്റിലൊക്കെ കയറിയപ്പോഴൊക്കെ എനിക്ക് വോമിറ്റിംഗ് ആയിരുന്നു, ഭയങ്കര നടുവേദന. ഫ്ലൈറ്റിലൊക്കെ ഞാൻ കിടന്നിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നെടുമ്പാശ്ശേരി ഇവിടെ വരെയുള്ള യാത്ര, കോട്ടയം ആണ് എൻ്റെ വീട്ടിൽ. ഞങ്ങൾ താമസിക്കുന്നത് കോട്ടയത്താണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ വീടാണ് തൃശ്ശൂർ. അപ്പോൾ ഹസ്ബൻഡ് അമ്മ പറയുമായിരുന്നു, ഇപ്പോഴും പറയും, ഞങ്ങളോട് അബുദാബിയിൽ തന്നെ പോകാൻ. കാരണം ഞാൻ ഒറ്റയ്ക്കാണല്ലോ പിള്ളേരുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി നിൽക്കാനൊക്കെ പറയും. പക്ഷേ അതൊന്നും പോസിബിളായിട്ടുള്ള കാര്യമല്ല. പിന്നെ നമുക്കിവിടെയാണ് ഹോസ്പിറ്റൽ കാര്യങ്ങളെല്ലാം. അവിടെയാണെങ്കിൽ ഇൻഷുറൻസ് കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി ഇതൊക്കെ വേണം, കുറേ ഫോർമാലിറ്റീസാണ്. അപ്പം ഇവിടെയാണ് എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നത്. അപ്പോൾ നമ്മളിവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യമേ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു, അവിടെ ഓക്കെ അല്ലായിരുന്നു. പിന്നെ മാറ്റി കാണിച്ചു. ഇപ്പം അങ്ങനെ പോകുന്നു. അപ്പോൾ വോമിറ്റിങ്ങിന് മരുന്നുകളുണ്ട്. എനിക്ക് വിറ്റാമിൻ ടാബ്ലറ്റ്സ് ഒന്നും എടുക്കാൻ മേല. അപ്പോൾ അങ്ങനെയുള്ള അത് കഴിക്കുമ്പോൾ വോമിറ്റിങ് കൂടുവാണ്. അപ്പോൾ അതുകൊണ്ട് വിറ്റാമിൻ ടാബ്ലറ്റ്സ് ഒന്നും എടുക്കണ്ട, അങ്ങനെയുള്ള രീതിയിലൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് മെഡിറ്റേഷൻ ഇപ്പോൾ ഞാനങ്ങനെ ചെയ്യുന്നില്ല, ഇരുന്ന് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ചില സമയം ഞാൻ നമ്മുടെ അഫർമേഷൻസൊക്കെ എഴുതാറുണ്ട് വല്ലപ്പോഴും. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത ഒരു അഫർമേഷനായിരുന്നു, എഴുതി വെച്ചിരുന്നതായിരുന്നു എനിക്ക് അബുദാബിയിൽ പോകണോ എന്നും പറഞ്ഞിട്ട്. അപ്പം പെട്ടെന്നാണ്, പ്രതീക്ഷിക്കാതിരുന്നൊരു ദിവസമായിരുന്നു. പെട്ടെന്ന് ഇതെല്ലാം ശരിയായി. ഞാൻ എൻ്റെ മക്കളുമായിട്ട്, 2 കുഞ്ഞു മക്കളാണ് എനിക്കുള്ളത് കേട്ടോ. അവരുമായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഈ ഗൾഫിൽ പോകുന്ന എല്ലാ കാര്യങ്ങളും, പേപ്പേഴ്സ് ആണെങ്കിലും എല്ലാം ശരിയാക്കിയത്. അതിനുള്ള പെട്ടി പാക്ക് ചെയ്തത് എൻ്റെ ബ്രദറിൻ്റെ ഫിയാൻസി ഉണ്ട്, അവളും കൂടി വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ ഞാൻ എൻ്റെ മക്കളും ഞാനുമായിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ ബോൾഡായിട്ട് കുറേ കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യാനായിട്ട് തുടങ്ങുമ്പം നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാനും കുറ്റം പറയാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും. ഞാനിത് ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്. നാട്ടിലിങ്ങനെ, അതായത് നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഈ കുറ്റം പറയാനും, നമുക്കെന്തെങ്കിലും നല്ലത് വരുമ്പം, നമ്മളെന്തെങ്കിലും നല്ലതൊക്കെ നമ്മുടെ ലൈഫിൽ വരുമ്പം, നമുക്കെന്തെങ്കിലും ബോൾഡായിട്ട് നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേടുമ്പം നമ്മളെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കാനായിട്ട്, അത് നാട്ടുകാരൊന്നും ആയിരിക്കത്തില്ല കേട്ടോ, നമ്മുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ കൂടെയുള്ള ആരെങ്കിലുമൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ അറിയാവുന്നവരായിരിക്കും നമ്മളെക്കുറിച്ച് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു നല്ലത് വരുന്നവർക്ക് ഇഷ്ടമല്ല, അതായിരിക്കും കാര്യം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ, എൻ്റെ ഒരു സ്വഭാവത്തിൽ ഏറ്റവും പ്ലസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ ഒരാളുടെയും കാര്യത്തിൽ ഇടപെടാനും പോകാറില്ല, അഭിപ്രായം പറയാനും പോകാറില്ല. എൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് അത് തന്നെയാണ് കേട്ടോ. പക്ഷേ എൻ്റെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടാൻ വന്നാലോ, കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നു, എൻ്റെ മക്കളുടെ, നമ്മളത് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ക്യാരക്ടറിൽ കുറേ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ മാറാൻ കാരണം എൻ്റെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ബോൾഡാണ്. എൻ്റെ ഹസ്ബൻഡ് പ്രവാസിയാണ്. അപ്പോൾ ഞാൻ ബോൾഡായേ പറ്റുള്ളൂ. പ്രവാസികളുടെ ഭാര്യമാരുടെ ഒരു രീതി എന്ന് വെച്ചാൽ അവർ തന്നെ ബോൾഡായ കാര്യങ്ങളൊക്കെ നോക്കണം, നമ്മളങ്ങനെ ആയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് യൂട്യൂബ് ചാനൽ, എനിക്ക് 2 യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഇതൊക്കെ തുടങ്ങിയപ്പോഴും കുറ്റം പറഞ്ഞിരുന്നു. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഇട്ട് എനിക്കൊരു ഫിലിമിൽ നിന്നൊരു ഓഫർ വന്നപ്പം അപ്പോൾ നല്ല പോസിറ്റീവായിട്ട് വന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ നമുക്കതിന് താല്പര്യമില്ല. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ നമ്മളെ മുന്നോട്ട് വലിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ കാണും, ഒരുപാട് സാഹചര്യങ്ങൾ കാണും. എനിക്കത് ഇഷ്ടം പോലെ, ഞാൻ എൻ്റെ എക്സ്ട്രീം ലെവലിൽ ഞാനത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോഴൊക്കെ നന്നായിട്ട് ഞാൻ ഡൗൺ ആയി പോകും. പക്ഷേ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഓക്കെ ആയിട്ട് കയറി വരും.
അപ്പോൾ നമ്മളെ ഓക്കെ ആയിട്ട് കയറി വന്നാൽ നമ്മളെ ഇങ്ങനെ കുറ്റം പറഞ്ഞും അതും ഇതൊക്കെ പറഞ്ഞ് നമ്മളെ താഴെ ഇടാനായിട്ട് വരും. അപ്പോൾ ഞാൻ ആ സമയത്ത് ഡൗൺ ആയാലും ഞാൻ എപ്പോഴും നോക്കുന്നത് എനിക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. എന്നെ ഡിപ്പെൻഡ് ചെയ്ത് എൻ്റെ മക്കളുണ്ട്. ഈ പറയുന്ന ഒരാളും ഇപ്പോൾ എനിക്ക് ഹോസ്പിറ്റൽ കേസ് വന്നാൽ എപ്പോഴും എല്ലായ്പ്പോഴും എൻ്റെ കയ്യിൽ ഞാനും എൻ്റെ മക്കളും ആണ് ഇതെല്ലാം ഡീൽ ചെയ്ത്. ഞാൻ ഈ സഫർ ചെയ്യുന്ന എൻ്റെ ഒപ്പം തന്നെ എൻ്റെ മക്കളും സഫർ ചെയ്യുന്നുണ്ട്. അത് ഇപ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ പാസ്റ്റിൽ എനിക്ക് കുറേ വിഷമങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഞാൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ, ഭയങ്കരമായിട്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഡെലിവറി കഴിഞ്ഞിട്ട് ഞാനാണെങ്കിലും എൻ്റെ കുഞ്ഞാണെങ്കിലും ഒക്കെ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ മറ്റുള്ളവരാൽ നമ്മളിങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ളപ്പോഴും അവർക്കൊന്നും ഒരു കുറ്റബോധവും ഇല്ല. അല്ലെങ്കിൽ ഒരു പ്രഗ്നൻ്റ് ആണ്, നമ്മൾ അവരോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല, പെരുമാറാൻ പാടില്ല, ഒരു മാനേഴ്സ് കാണിക്കാത്ത ആൾക്കാർ നമ്മൾ കുറേ സഫർ ചെയ്ത് കഴിയുമ്പം ഒരു കുറ്റബോധം അവർക്ക് തോന്നണം. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ക്ഷമയുണ്ടല്ലോ പലപ്പോഴും അവർക്ക് ഇനി എന്ത് വേണമെങ്കിലും പറയാം, ഇവരോട് പറഞ്ഞാൽ ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് നമ്മുടെ ക്ഷമയെ പലപ്പോഴും പലരും യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ല, നമ്മൾ ക്ഷമിച്ചു, നമ്മൾ അവരോട് ഇനി മര്യാദയ്ക്ക് പെരുമാറണം, അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിചാരിക്കത്തില്ല. നമ്മുടെ ക്ഷമയെ പലപ്പോഴും പലരും യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന്, ഞാൻ എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയാണ് എപ്പോഴും ഞാനൊരു പാഠമായിട്ട്, എൻ്റെ ഹസ്ബൻഡും അതെ കേട്ടോ, എപ്പോഴും പറയും എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ നമുക്ക് കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. നമുക്കെന്നല്ല, ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങാനായിട്ട് ഉറക്കഗുളിക വരെ കഴിച്ചിട്ട് ഉള്ള സമയമുണ്ട്. കുഞ്ഞിനാണെങ്കിലും ഓരോ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെയുള്ള വ്യക്തികളെ അനാവശ്യമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാതെ നോക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ നോക്കുക. അപ്പോൾ ഞാൻ ബോൾഡ് ആവണം. ഞാൻ എന്തുണ്ടെങ്കിലും ഇന്ന് കരഞ്ഞ് ഡിപ്രഷൻ അടിക്കുക. പക്ഷേ ആ ഒരു വിഷമം എന്നുവെച്ചാൽ നമ്മുടെ വിഷമങ്ങൾ തുറന്ന് പറയുന്ന ആൾ കറക്റ്റാണോ നമ്മളെപ്പോഴും ചിന്തിക്കണം. എനിക്ക് ഏറ്റവും വലിയ പറ്റിയൊരു മിസ്റ്റേക്ക് അതായിരുന്നു. ഞാൻ വിചാരിച്ചു എൻ്റെ വിഷമങ്ങൾ പറയുന്ന ആൾക്കാർ കറക്റ്റാണെന്ന് ഞാൻ വിചാരിച്ചു. അതൊക്കെയായിരുന്നു എൻ്റെ ലൈഫിൽ. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി നമ്മൾ ആരോട് എന്ത് ഷെയർ ചെയ്യണം, എങ്ങനെ പറയണം എന്നുള്ളതൊക്കെ മനസ്സിലായി. ഞാൻ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് സംസാരിക്കുന്നിടത്ത് ഞാൻ സംസാരിക്കും. അല്ലാതെ എനിക്ക് പറ്റില്ല, എനിക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ, എനിക്ക് എൻ്റെ കാര്യങ്ങളെ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ പല കാര്യങ്ങൾ അച്ചീവ് ചെയ്തപ്പം ഈ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇപ്പോൾ എന്താ പറയുക, എനിക്കൊരു ഐഫോൺ എടുത്തു. ആ ഫോൺ എടുത്തപ്പം ഇതുപോലെ കുറ്റം പറഞ്ഞ കുറേ ആൾക്കാരെ കണ്ടു. അങ്ങനെ നമ്മുടെ ലൈഫിൽ ഇതിപ്പോൾ ഇവരുടെ ഈ കുറ്റം പറയുന്നവരുടെയോ എനിക്ക് വീഡിയോസ് ചെയ്യണം, എനിക്ക് അതുകൊണ്ട് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷേ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് ഇങ്ങനെ ഭയങ്കര സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് കുറ്റം പറഞ്ഞേ പറ്റുള്ളൂ. അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ മേടിക്കുന്നില്ല, അവരെ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നാലും ഇവർക്കിങ്ങനെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ സമാധാനമാകത്തില്ല. ചിലവരങ്ങനെയാണ്, ഫോണും കൊണ്ട് വെറുതെ ഇരിക്കുമ്പം ഞാൻ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ സമാധാനമാവില്ല. അങ്ങനെയുള്ള നമ്മൾ പ്രായത്തിന് മൂത്തവരായിക്കോട്ടെ, നമ്മുടെ പ്രായത്തിന് ഇളയവരായിക്കോട്ടെ, ആരോടായാലും മാന്യമായിട്ട് പെരുമാറാൻ പഠിക്കുക. ഈ പരദൂഷണം ഒരിക്കലും നല്ലതല്ല. നമ്മൾ എത്ര മെഡിറ്റേഷൻ, എത്ര കാര്യങ്ങളൊക്കെ ചെയ്താലും നമ്മളെ വാക്കും പ്രവൃത്തിയൊന്നും നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരിക്കലും ഉപകരിക്കില്ല എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് എനിക്ക് ലാപ്ടോപ്പ് വേണമെന്ന് ഞാൻ എൻ്റെ ഇൻഫർമേഷൻ ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടാം. ഞാനത് മാനിഫെസ്റ്റ് ചെയ്തു കേട്ടോ. അതായത് ഞങ്ങൾ ഗൾഫിൽ നിന്ന് എടുക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ആ സമയത്ത് പെട്ടെന്നായിരുന്നു ഞങ്ങൾ നാട്ടിലേക്ക് എല്ലാം നമ്മൾ വിചാരിക്കാത്ത സമയത്ത് പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് വന്നു. എല്ലാം പെട്ടെന്നായിരുന്നതുകൊണ്ട് വിചാരിച്ചതുപോലെ എല്ലാം ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നാട്ടിൽ വന്നിട്ടാണ് നമ്മൾ ലാപ്ടോപ്പ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് വാങ്ങിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞപ്പോഴും വേണ്ട, നീ ഇത് ചെയ്തോ. കാരണം എനിക്ക് ഫോണിൽ നോക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോഴും ലാപ്ടോപ്പിൽ ഫുള്ള് നോക്കി ചെയ്യാനൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, പഠിച്ച് വരുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഫോണിലധികം നോക്കുമ്പോഴത്തേക്കും എൻ്റെ കണ്ണിന് സ്ട്രെയിൻ ഉണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ കുറച്ച് നാൾ മുന്നേ കണ്ണിൽ ഈ മരുന്ന് ഒഴിച്ചിട്ടൊക്കെ ടെസ്റ്റ് ചെയ്യുള്ളൂ. അതൊക്കെ ചെയ്തപ്പം എനിക്ക് ഇവിടുത്തെ ഇടത്ത് സൈഡിലെ വെയിൻസിന് സ്ട്രെസ്സ് കൂടുതലാണ്. ഫോൺ യൂസേജ് ഇച്ചിരി കുറയ്ക്കണം എന്ന് പറഞ്ഞു. ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസ് എനിക്ക് നമ്മുടെ 2 ചാനൽ വേണം. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നല്ല രീതിയിൽ ആക്റ്റീവാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണിന് സ്ട്രെയിൻ ഉണ്ട്. അപ്പം സ്പെക്സ് തന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാളൊന്ന് ബ്രേക്ക് ഞാൻ ഒരു സമയത്ത് എടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലാപ്ടോപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഞാൻ എപ്പോഴും വെച്ചിട്ടുണ്ടായിരുന്നത്. അത് മാനിഫെസ്റ്റ് ചെയ്തു കേട്ടോ. അത് ഞാൻ പെട്ടെന്ന് തന്നെയാണ്, ഇതെല്ലാം പെട്ടെന്ന് സംഭവിച്ചതാണ്. നമുക്ക് ഒരു കാര്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറയില്ല, നമ്മുടെ വാക്കും നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തിയും ഒക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് അത് വരും. അല്ലാതെ ഈ മനസ്സിൽ മുഴുവൻ ഇങ്ങനെ കുശുമ്പും പരദൂഷണവും നമ്മളിപ്പോൾ ഒന്ന് വെറുതെ ഇരുന്നാലും അത് നിങ്ങൾ നല്ല കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുക. അല്ലാതെ 2 ആൾക്കാരെ വിളിച്ച് വെറുതെ ഇരിക്കുന്നത് ഇപ്പം മിക്കയിടത്തും അങ്ങനെയല്ലേ. ഫോൺ ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ
ആരെങ്കിലുമൊക്കെ പരദൂഷണം പറഞ്ഞ് ആണ് അവരവരുടെ സമയം കളയുന്നത്, അല്ലാതെ അവനവൻ്റെ കാര്യം നോക്കിയിട്ടല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇതൊക്കെ വർക്ക് ആവാനായിട്ട് നല്ല ടൈം എടുക്കും. നമ്മൾ എന്തിനാണ് നമുക്ക് ആവശ്യമില്ലാത്ത മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്? നമ്മളെ അത് ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് വല്ലവരും അവരുടെ കാര്യം നോക്കി അവരവരുടെ അധ്വാനിച്ച് അവരുടെ പൈസയ്ക്ക് അവർ ജീവിക്കുന്നു, അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ അസൂയപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ പെട്ടിട്ട് ഒരു കാര്യമില്ല. നമുക്കൊരിക്കലും അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. നമുക്ക് അതിൻ്റെ കർമ്മഫലം തിരിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളൊന്നും ഉള്ളിൽ വേണ്ട. നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിൽ എംപ്റ്റി ആയിട്ട് വയ്ക്കുക, നമ്മുടെ മനസ്സെപ്പോഴും ശൂന്യമായിട്ട് വയ്ക്കുക. ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. എനിക്കിപ്പോൾ ഒത്തിരി ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉള്ള ഒരു ടൈമാണ്. അപ്പോൾ പക്ഷേ ഞാൻ കമ്പാരിറ്റീവ്ലി ഞാൻ ഒത്തിരി ഓക്കെയാണ്. എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി വെച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ടുള്ള ഒരു മെൻ്റൽ സ്ട്രെസ്സിൽ കൂടെ ടെൻഷനോടെ പോയ ഒരു സമയമായിരുന്നു അത്. ഞാനിപ്പോൾ എപ്പോഴും നന്ദി പറയും. എനിക്ക് ആ സാഹചര്യങ്ങളൊക്കെ മാറ്റി നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ലൈഫ് തന്നു, ഒരു ലോകം തന്നു, അതിനൊക്കെ നന്ദി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും കേട്ടോ. കാരണം അതിന് ശേഷമാണ് നമ്മൾ എന്താണ് ലൈഫ് എന്താണെന്നൊക്കെയുള്ള ഒരു മനസ്സിലായത്. അതൊരു 30+ ആവേണ്ടി വന്നു എനിക്ക്. അതുവരെ എനിക്ക് ഒന്ന് സംസാരിക്കാനോ എൻ്റെ കാര്യങ്ങൾ പറയാനോ എനിക്കൊന്നും അറിയില്ലായിരുന്നല്ല, അതിനൊന്നും പറ്റിയിരുന്നില്ല. അങ്ങനെ ഒരു ലൈഫായിരുന്നു എനിക്ക്. ഇപ്പോൾ അതൊക്കെ മാറി. എന്നിട്ടും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനോ അതിനൊന്നും നമ്മളെന്ത് ചെയ്താലും അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ, നമുക്ക് എന്തെങ്കിലും ഒരു നല്ലത്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അതിനും കുറ്റവും കുറവും കണ്ടുപിടിക്കുന്ന കുറേ ആൾക്കാർ. അപ്പം ഞാൻ വിചാരിച്ചത് നമുക്കിനി അങ്ങനെയുള്ള ആളുകളെ ഇഗ്നോർ ചെയ്ത് കളയാം. അല്ലാതെ അവർ നമ്മളോട് എന്ത് ചെയ്താലും ഞാൻ അത്രയും സ്ട്രഗിളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി ഇപ്പോൾ ഒരു നാട്ടുകാർ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ കണ്ടാൽ നമുക്ക് ഒരുപാട് അലിവ് തോന്നും അല്ലേ. അപ്പം എനിക്ക് അതുപോലും ഇതുപോലെ എനിക്ക് കൺസിഡറേഷൻ പോലും കിട്ടാത്ത ഒരു സമയം എനിക്കുണ്ടായിരുന്നു. അപ്പം എനിക്ക് വീണ്ടും ഇനി അങ്ങനെയുള്ള ഒരു സമയത്തിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല. അപ്പം ഞാനതിന് നമ്മൾ മാറിയേ പറ്റുള്ളൂ. നമുക്കിവരെ ആരെയും ഞാൻ എപ്പോഴും മെഡിറ്റേഷൻ്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരാളെയും മാറ്റാൻ പറ്റില്ല. നമുക്ക് പറ്റുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മൈൻഡ്, നമ്മൾ ബോൾഡ് ആവുക, ഇതേ പറ്റുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു വിട്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എന്നോട്, നീ ബോൾഡ് ആവണം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് ഡൗൺ ആവരുത്, എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാനോ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മറുപടി സ്പോട്ടിൽ കൊടുക്കുക. എനിക്കതാണ് അറിയാലാത്തത്. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ മാറി വരുന്നുണ്ട്. കാരണം നമുക്ക് ഏറ്റവും വലുത് സമാധാനമാണ്. പ്രത്യേകിച്ച് നമുക്കിങ്ങനെയൊക്കെയുള്ളൊരു സമയത്ത് ഏറ്റവും വലുത് സമാധാനമാണ് അല്ലേ. അപ്പം നമ്മുടെ ലൈഫ് എങ്ങനെയാണെന്നോ നമ്മൾ എന്തിലൂടെ പോകുന്നുവെന്നോ ഞാൻ ഓരോ ദിവസം ഞാൻ പറയില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ വയ്യാതെയൊക്കെ ആകുമ്പോൾ ഞാൻ 2 പേരെയും കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് പോയി അഡ്മിറ്റായിട്ട് കിടക്കും. അപ്പം 2 കുഞ്ഞു മക്കളാണ്, 2 പേരെ 2 ബെഡിലാക്കിയിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒന്നിനും തോന്നാത്തൊരവസ്ഥ ഒരുപാട് മൊമെൻറ്റിലൂടെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് കുറേ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്, ഞങ്ങളിങ്ങനെയുള്ള ഇതിലൂടെയൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം ആ ഒരവസ്ഥയിൽ നിന്നൊക്കെ നമുക്ക് അങ്ങനെയുള്ള ഇങ്ങനെ കുറേ ഹാർട്ട് ബ്രേക്സ് ഉണ്ടാകുമ്പം നമ്മൾ കൂടുതൽ ബോൾഡ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ ആയിരിക്കും പലപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു ബ്രേക്സ് തരുന്നത്, പക്ഷേ അതിൽ കൂടി നമ്മൾ ബോൾഡ് ആവുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കുന്നുള്ളൂ. എനിക്കുള്ള ഓരോ ഓപ്പർച്യൂണിറ്റീസും ഓരോ പെയിനും എനിക്ക് ബോൾഡ് ആവാൻ കിട്ടിയ ഒരു മൊമെൻ്റായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ കേട്ടോ. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ വിഷമം വരും. കാരണം ഡെലിവറി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ആ സമയത്ത് കുറേ ഡിപ്രഷൻസും എനിക്ക് മുന്നിലൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയം ഒന്നും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള കുറേ ഇതൊക്കെയുണ്ട്. പക്ഷേ ഞാനതൊക്കെ എങ്ങനെയും, പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സിനുണ്ടായ ചില മുറിവുകൾ ഒരിക്കലും മാറത്തില്ല അല്ലേ. അതൊരു മായാത്തൊരു മുറിവ് പോലെ ഇങ്ങനെ കിടക്കും. എന്നുവെച്ചാൽ എൻ്റെ മൂത്ത മോനിതെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൻ എന്നോട് ഈ പല കാര്യങ്ങളും ചോദിക്കും, അമ്മ അങ്ങനെ പറഞ്ഞില്ലേ അമ്മയോട്, അങ്ങനെ അമ്മയോട് ചെയ്തില്ലേ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അവൻ ഓർത്ത് പറയുമ്പം അത് ഞാൻ ചിന്തിക്കും, എന്നെക്കഴിഞ്ഞാൽ കൂടുതൽ എൻ്റെ മക്കളെ അത് ബാധിച്ചിട്ടുണ്ട്, അവരുടെ മനസ്സിലത് പതിഞ്ഞിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. അപ്പം അങ്ങനെയാണ് ഞാൻ ചേഞ്ച് ആയതും എൻ്റെ ലൈഫിലൊരു മാറ്റം വരണം എന്നൊക്കെ ഞാൻ എഴുതി വെച്ച് എനിക്ക് ആ ഒരു മാറ്റങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നതും അങ്ങനെയാണ് കേട്ടോ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു, നമുക്കിങ്ങനെ എപ്പോഴും ഓരോ പെയിൻ തരുന്ന ആളുകളെ നമ്മൾ ലൈഫിൽ ഇങ്ങനെ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. താൻ ചത്ത് മീൻ പിടിക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് ഏറ്റവും വലുത് ലൈഫിൽ മനസമാധാനമാണ് അല്ലേ. നമ്മൾ അധ്വാനിക്കുന്നു, നമ്മൾ നമ്മുടെ പൈസയ്ക്ക് ജീവിക്കുന്നു, നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ മക്കളെ കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ നോക്കുന്നു. അപ്പം നമുക്ക് മനസമാധാനത്തോടെ നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകാനുള്ള അവകാശവുമുണ്ട്. ഓക്കെ, അത്രയും വിചാരിച്ചാൽ മതി. നമ്മൾ പിന്നെ ഏറ്റവും വലിയ കാര്യം, മറ്റുള്ളവർ ഒരാളുടെയും കാര്യത്തിൽ ഇടപെടാനോ ഒന്നിനും പോകരുത്. അനാവശ്യമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് ഇടപെടാൻ വരുന്നവരെ അവിടെ ബ്ലോക്ക് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതെന്നോട് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ അത് അച്ചീവ് ചെയ്ത് വരുന്നു. കാരണം അങ്ങനെ എനിക്ക് പോയിട്ടേ കാര്യമുള്ളൂ. കാരണം ഞാൻ ഇതിന് മുന്നേ
എനിക്ക് ആ ഒരു ധൈര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ലാപ്ടോപ്പ് ആ ഒരു മാനിഫെസ്റ്റ് ചെയ്ത ആ ഒരു കാര്യങ്ങൾ എഴുതി വെച്ചത് അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്നാണ് എനിക്കത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റിയത്. പലതും ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും എനിക്ക് കിട്ടിയ പല കാര്യങ്ങളും എല്ലാം ഞാൻ വിചാരിക്കാത്ത സമയത്താണ് എൻ്റെ കയ്യിലേക്ക് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അബുദാബിയിൽ പോയ കാര്യം പോലും അങ്ങനെയായിരുന്നു. വിചാരിച്ചതേ അല്ല. ആ സമയത്ത് മോൻ്റെ സ്കൂളിൽ നിന്ന് ലീവൊക്കെ എടുത്ത് അങ്ങനെ പോകാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചതല്ല. ആ സമയത്തൊക്കെ ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട്. ഇപ്പോൾ മോൻ്റെ സ്കൂളിൽ കുറേ തവണ പോകേണ്ടി വന്നു. പിന്നെ ഇതിനുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ അച്ചാറുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു 5-6 കൂട്ടം അച്ചാറുകൾ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ഫിയാൻസി അവൾ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കിത് കട്ട് ചെയ്ത് തരാനും കുറേ കാര്യങ്ങൾക്ക് തന്നെ അവൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ദൈവമായിട്ട് കൊണ്ടെത്തിച്ചതാണ് കേട്ടോ. അപ്പോൾ അവൾ ഞാനിവിടെയാണ് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് അപ്പം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ആ സമയത്ത് ഓടി നമ്മുടെ ആൾക്കാരൊക്കെ ചോദിക്കും എന്തെങ്കിലും ഹെൽപ്പ് വേണോ അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പക്ഷേ ആരുടെ ഹെൽപ്പൊന്നും ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. അത്രയും കഷ്ടപ്പെട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഓരോ കാര്യങ്ങളും ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് ഞാൻ നേടിയെടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് പോലും ഇങ്ങനെ ചില ആൾക്കാർ കണ്ണിക്കടിയായിട്ട് ഓരോന്ന് വന്ന് കുറ്റം പറഞ്ഞ് എന്നുവെച്ചാൽ ഇതിലൊന്നിലും ഇടപെടുന്നില്ല. നമ്മളൊരു ഹെൽപ്പ് ചെയ്യാൻ പോലും വരുന്നില്ല. നമ്മളോട് എന്തായി ഏതായി നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പോകാൻ റെഡിയായി എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ചോദിക്കാൻ പോലും ഇല്ല. അവരത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പം അതിന് പോലും നമ്മളൊരു ഒരു ചെറിയൊരു ഹെൽപ്പിന് പോലും വരാത്ത ഇവർക്കൊന്നും നമ്മുടെ ലൈഫിൽ ഇടപെട്ട് ഒന്നും പറയാൻ ഉള്ള അവകാശമില്ല. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഓരോരുത്തർക്കും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നമ്മുടെ ചുറ്റിനൊരു വര വരച്ച് കൊടുത്തിട്ട് ആ വരയ്ക്ക് ഇപ്പുറം ഒരാളെയും വരാൻ സമ്മതിക്കരുത് അനുവാദമില്ലാതെ. നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ പറയാറില്ലേ, സംസാരിക്കുമ്പം ഇത്രയും അകലത്തിൽ ഇപ്പുറം ഒരാളെയും വരാൻ അത് നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ആണെന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലേക്ക് ഒരു ബൗണ്ടറി കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് ആരെയും വരാൻ അനുവദിക്കരുത് കേട്ടോ. അത് നമുക്ക് എപ്പോഴും ഒരു അൺസേഫ് ആയിട്ടുള്ള ഒരു ലൈഫായിട്ട് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ അത് എക്സ്ട്രീംലി അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബോൾഡായിട്ടേ കാര്യമുള്ളൂ. നമ്മുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് അച്ചീവ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ ചിലർ അസൂയ തോന്നി ഓരോന്നൊക്കെ പറയും. അത് അവരുടെ സ്വഭാവമാണ്. പക്ഷേ അത് നമ്മളെ ബാധിക്കാതിരിക്കാൻ നമ്മൾ നോക്കുക, അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലാപ്ടോപ്പിൻ്റെയും മാനിഫെസ്റ്റേഷൻ്റെയൊക്കെ ബാക്കി വീഡിയോസ് ഈ പുറകെ വരുന്നതായിരിക്കും. ഞാൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ വീഡിയോ ഇടും കേട്ടോ. എൻ്റെ ഹെൽത്ത് സിറ്റുവേഷനെയും കൂടെ ഇരിക്കും. എനിക്ക് ചില സമയത്ത് കുറച്ച് സംസാരിച്ചിട്ടാണെങ്കിൽ ഞാൻ അപ്പോൾ വോമിറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് 2 നേരമൊക്കെ ഗുളികയുണ്ട്. രാത്രി 2 ഗുളികയൊക്കെ വെച്ചിട്ടാണ് കഴിക്കുന്നത്. അത്രയും സിവിയർ വോമിറ്റ് ചെയ്യാൻ കേട്ടോ. ചിലപ്പം തൊണ്ടയൊക്കെ ഇങ്ങനെ പൊട്ടി ബ്ലഡ് വരും. അങ്ങനെയൊക്കെ ഒത്തിരി സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്നിരുന്നാലും എനിക്ക് വീഡിയോസൊക്കെ ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം. ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നതിനും കുറേ ഇങ്ങനെ കളിയാക്കലുകളും കുറ്റം പറച്ചിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ബെറ്ററായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, ഇച്ചിരി യൂസൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയും ഈ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് ചുറ്റിനും. അല്ലെങ്കിൽ അവർക്കത് വിടാം, ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട, വിട്ട് കളയാം. പക്ഷെ അവരത് ചെയ്യില്ല. ഇങ്ങനെ പുറകെ നടന്ന് എന്തെങ്കിലും അത് കണ്ടുപിടിച്ച് പറഞ്ഞില്ലെങ്കിൽ ഒരു കാരണം സമാധാനമാവില്ല. അപ്പോൾ അത് അവരുടെ രീതിയാണ്, അവരുടെ സ്റ്റാൻഡേർഡാണ്. നമ്മളതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് മുന്നോട്ട് പോവുക. നമ്മളേറ്റവും ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക. അതാണ് ഏറ്റവും വലിയ മാന്യത. അവരുടെ രീതിക്ക് ജീവിക്കാൻ വിടുക. അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ കാര്യമല്ല എന്നുണ്ടെങ്കിൽ അവരെ അധ്വാനിച്ച് അവരുടെ പൈസയ്ക്ക് അവർ ജീവിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരെ ജീവിക്കാൻ അനുവദിക്കുക, അല്ലേ? അപ്പം അതാണ് ഏറ്റവും വലിയ മാന്യത. അപ്പം നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ കർമ്മഫലം നമ്മൾ അനുഭവിച്ചല്ലേ തീരുള്ളൂ. പിന്നെ ഇങ്ങനെയൊക്കെ 100 പരദോഷം അതും ഇതൊക്കെ ചെയ്തിട്ട് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അഫർമേഷൻ നമ്മൾ എഴുതിക്കൊണ്ട് നിന്നിട്ട് ഒന്നും റിസൾട്ടിന് കിട്ടില്ല. ഉറപ്പായിട്ടും അത് നടക്കത്തില്ല. അതുകൊണ്ട് അവനവൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കാൻ പഠിക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.